2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ആ 3 സംസ്ഥാനങ്ങളിൽ പെടാത്തത്? എ. മണിപ്പൂർ, ബി. മേഘാലയ, സി. നാഗാലാൻഡ്, ഡി. ത്രിപുര. 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ 1 അല്ലാത്തത്? ഉത്തരം സി. നാഗാലാൻഡ്. ഇപ്പോൾ 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21-ന് അവിടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ച 3 സംസ്ഥാനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് ആ 3 സംസ്ഥാനങ്ങൾ. അതിൽ പെടാത്തതാണ് നാഗാലാൻഡ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? എ. മോത്തിലാൽ നെഹ്റു, ബി. സുഭാഷ് ചന്ദ്രബോസ്, സി. ബി.ജി. തിലക്, ഡി. മൗലാന അബ്ദുൽ കലാം ആസാദ്. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണ്? ഉത്തരം ബി. സുഭാഷ് ചന്ദ്രബോസ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? എ. രാമൻ നമ്പി, ബി. തലക്കൽ ചന്തു, സി. പഴശ്ശിരാജ, ഡി. എടച്ചേന കുങ്കൻ. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. രാമൻ നമ്പി. കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. ശ്രീനാരായണ ഗുരു, ബി. അയ്യങ്കാളി, സി. ചട്ടമ്പി സ്വാമികൾ, ഡി. സ്വാമി വിവേകാനന്ദൻ. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി. അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? എ. 1990, ബി. 1992, സി. 1991, ഡി. 1959. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം സി. 1991. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? എ. സ്പാനിഷ്, ബി. ഫ്രഞ്ച്, സി. അറബി, ഡി. പോർച്ചുഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഉത്തരം ഡി. പോർച്ചുഗീസ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എ. തൃശൂർ, ബി. കണ്ണൂർ, സി. കോഴിക്കോട്, ഡി. മലപ്പുറം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഉത്തരം സി. കോഴിക്കോട്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? എ. ദക്ഷിണ കൊറിയ, ബി. അഫ്ഗാനിസ്ഥാൻ, സി. ഇന്ത്യ, ഡി. ജപ്പാൻ. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം ഡി. ജപ്പാൻ.
ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച് സംസ്ഥാനം ഏത്? എ. ജാർഖണ്ഡ്, ബി. മഹാരാഷ്ട്ര, സി. ഒറീസ, ഡി. ഛത്തീസ്ഗഡ്. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏത്? ഉത്തരം എ. ജാർഖണ്ഡ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? എ. രണ്ടാമൂഴം, ബി. ഉമ്മാച്ചു, സി. അഗ്നിസാക്ഷി, ഡി. ഇനി ഞാൻ ഉറങ്ങട്ടെ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏത്? ഉത്തരം സി. അഗ്നിസാക്ഷി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? എ. പാലക്കാട്, ബി. മലപ്പുറം, സി. കോഴിക്കോട്, ഡി. തൃശൂർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി. മലപ്പുറം. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? എ. ജി. അരവിന്ദൻ, ബി. അടൂർ ഗോപാലകൃഷ്ണൻ, സി. പി. പത്മരാജൻ, ഡി. ഭരതൻ. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം എ. ജി. അരവിന്ദൻ. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? എ. 1922, ബി. 1924, സി. 1926, ഡി. 1928. കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത്? ഉത്തരം ബി. 1924. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? എ. തകഴി ശിവശങ്കരൻ പിള്ള, ബി. പി. സി. കുട്ടിക്കൃഷ്ണൻ, സി. എസ്. എൽ. പൂരം സദാനന്ദൻ, ഡി. രാമു കാര്യാട്ട്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരാകഥാകൃത്ത് ആരാണ്? ഉത്തരം സി. എസ്. എൽ. പൂരം സദാനന്ദൻ. ജി. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? എ. എസ്. ഗുപ്തൻ നായർ, ബി. ജോസഫ് മുണ്ടശ്ശേരി, സി. എം. ലീലാവതി, ഡി. സുകുമാർ അഴീക്കോട്. ജി. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഉത്തരം എ. എസ്. ഗുപ്തൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? എ. റസൂൽ പൂക്കുട്ടി, ബി. സത്യജിത്ത് റോ, സി. പി. ജെ. ആന്റണി, ഡി. എം. ടി. വാസുദേവൻ നായർ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം എ. റസൂൽ പൂക്കുട്ടി.